മരിക്കുന്ന കാലം വരെ ആര് ഭക്ഷണം തരും? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? ആര് ഭക്ഷണം തരും? ഖുർആനി വിശ്വാസമുണ്ടോ? സൂറത്തു ത്വാഹ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിന്റെ 132-ാമത്തെ ആയത്ത് ഏറ്റവും അവസാനത്തെ പേജ് എടുത്ത് നോക്ക്. അള്ളയാ ഇത് പറഞ്ഞേ. അല്ലാഹ് പറയുകയാണ്, വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹ് പറയുന്നു 5 നേരം. ഉസ്താദേ എന്നിട്ട് നിങ്ങൾ വളരെ വിളിക്കാൻ വന്നപ്പോൾ കണ്ടത് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പോൾ നിസ്കരിച്ചാൽ എന്ത് കിട്ടും? പറഞ്ഞങ്ങാതി എന്ത് കിട്ടും? 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് എങ്ങനെ പറ്റിക്കുവോ? അല്ലാഹ് എങ്ങനെ പറ്റിക്കുവോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? A+ വേണോ? റാങ്ക് വേണോ? അല്ലാഹു പറയുന്ന ഞാൻ തരാം. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ. നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ഞങ്ങൾ ഉസ്താദന്മാര്. ഏറ്റവും നല്ല ഫുഡ് കഴിക്കുന്ന ആരാ? നിങ്ങൾക്ക് എന്തോ ഒരു അസൂയ ഉള്ളത്? എല്ലാ ദിവസവും ഇറച്ചി തിന്നുന്ന ആരാ? ഉസ്താദന്മാര് പറയുന്നത് വേണ്ടാന്നാ അല്ലേ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആലിമീങ്ങളാ, ഉസ്താദന്മാരാ. എന്തുകൊണ്ട്? 5 വഖത്ത് നിസ്കരിക്കാൻ പള്ളിയിലുണ്ടവര്. അതുകൊണ്ട് തന്നെ, വേറൊന്നും കൊണ്ടല്ല. അല്ലാഹു അവരെ ഞങ്ങളുടെ റിസ്ക് അല്ലാഹ് ഏറ്റെടുത്തിരിക്കല്ലേ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, എന്റെ ഭാര്യ തന്നെ ചോദിക്കാറുണ്ട്, വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പൊ ഇവിടെ വരെ വന്നു. ഇന്നലെ ഇറങ്ങിയില്ല വീട്ടിൽ നിന്ന്. എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം സമയമാകുമ്പോ അല്ലാഹ് തരും. എവിടെങ്കിലും കയറും, അല്ലാഹ് എനിക്ക് തിന്നാനുള്ള ഭക്ഷണം അല്ലാഹ് തരുന്നുണ്ട്, പട്ടിണിയാക്കുന്നില്ല. ഏറ്റവും നല്ല ഭക്ഷണം തിന്നാൻ വയ്യാത്ത പാടേ ഉള്ളൂ. ഇതാണ് അല്ലാഹ്. നിസ്കരിക്കുന്ന കാലത്തോളം റിസ്ക് റബ്ബ് തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നമ്മൾ എന്തിനാ അപ്പൊ ചോദിക്കും, ഉസ്താദ് ജോലിക്കൊന്നും പോണ്ടേ? എന്റെ കുടുംബത്തെ ആര് നോക്കും? ഇതൊക്കെ വലിയ ചോദ്യം. അപ്പൊ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ കുടുംബത്തിന് ആര് ഭക്ഷണം കൊടുക്കും? വല്ലാത്ത ചോദ്യം. നീ മരിച്ചുപോയ ആര് കൊടുക്കും? നീ മരിച്ചുപോയാൽ നിന്റെ ഭാര്യയ്ക്ക് മക്കൾക്കാരും അല്ലാഹ് കൊടുക്കും. അതുകൊണ്ട് സഹോദര, നിസ്കരിച്ചാൽ നമ്മുടെ വീട് സേഫായി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റിസ്ക് പടച്ചവൻ തരും. നിസ്കരിക്കണം 5 നേരം. റമളാൻ തുടങ്ങിയപ്പോ പടച്ചവനെ സുബഹി ബാങ്ക് 29 ദിവസം കേട്ടവരാ നമ്മൾ. എത്ര ദിവസം? അസ്സലാത്തു ഖൈറും മിനൻ നൗം. എത്ര ദിവസം കേട്ട്? 29 ദിവസം. അൽഹംദുലില്ലാഹ്. സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു. ആമിന, എന്റെ വീട്ടിൽ ലൈറ്റ് കണ്ടില്ലെങ്കിൽ നീ വിളിക്കണം കേട്ടോ, പറഞ്ഞേൽപ്പിച്ചു. സുബഹിക്ക് എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കരിച്ചു, സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചു. അൽഹംദുലില്ലാഹ്. പടച്ചവനെ, ഫർള് നിസ്കരിക്കാൻ പോലും പള്ളി കയറാത്തവൻ ഫർളും സുന്നത്തും തറാവീഹും തസ്ബീഹും തഹജ്ജുദും എല്ലാം നിസ്കരിച്ചു. എന്തൊരു ആഘോഷമായിരുന്നു റബ്ബേ. 29 ദിവസം ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ എല്ലാവരും അലങ്കരിച്ചു. പക്ഷേ പെരുന്നാൾ വന്നു, സർവ്വതും പോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പൊ നിസ്കാരം ഉണ്ടോ? എവിടെ? ഇന്ന് 5 വഖത്ത് ഫർളെങ്കിലും നിസ്കരിച്ചോ? ഇവിടെ നമ്മുടെ അവസ്ഥ ഇതാ. ഞാനും ഭാര്യയും കൂടെ ഈ പെരുന്നാൾ കഴിഞ്ഞ അടുത്ത ദിവസം കുട്ടികൾ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ചുമ്മാതെ തിരുവനന്തപുരത്ത് വരെ പോയതാ ലുലു മാളിൽ കയറാൻ. അവിടെ ചെന്നപ്പോ തിരക്ക് കണ്ടപ്പോഴത്തേക്ക് തിരിച്ചു വന്നു. അപ്പൊ തിരിച്ചു വരുന്ന വഴിയില് റോഡിൽ വലിയ ബ്ലോക്ക്. അപ്പൊ നോക്കുമ്പോ തലയെ തുണിയിട്ട പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പൊ മുസ്ലിങ്ങളൊക്കെ ഒരുപാട് പേര് പോകുന്നത്, എന്താന്ന് വലുതല്ലോ ഉണ്ടോന്ന്. ഞാൻ അവളോട് പറഞ്ഞു, 3 സിനിമ തിയേറ്റർ ഉണ്ട്, പടം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഇറക്കാ. സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങാ. അപ്പോഴും കാണുന്നുണ്ട്, സന്തോഷം. ഉസ്താദ് ഉസ്താദ് എന്ന് പറഞ്ഞ് പതുങ്ങുന്നുണ്ട് പലരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു മാസക്കാലം നോമ്പ് പിടിച്ചിരുന്നിട്ട് പെരുന്നാളിന്റെ തലേ ദിവസം പോയിരിക്കുക ആടുജീവിതം കാണാൻ. ആലോചിക്കുക ഉമ്മത്തിന്റെ അവസ്ഥ. കാത്തിരിക്കുക. സിനിമാ തിയേറ്ററിൽ കയറിയിട്ട് എന്റെ പൊന്നാര താത്ത ആ ഫർദൊന്ന് അഴിച്ചിട്ടിട്ട് പോ. ഞാൻ പറയുന്നത് കാണുന്നതും കാണാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം. അതിനെന്തിനാ ഈ കോലം? എന്തിനാ? അല്ലാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹ് പറയുകയാ, എന്നെ നീ പരമേൽപ്പിച്ചാൽ തവക്കൽതു അലല്ലാഹ് എന്ന് പറ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നിനക്ക് തരും റിസ്ക്. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, 3-ാമതായിട്ട് അവിടെ എന്താ പറയുകയാണ്? തവക്കൽതു അലല്ലാഹ്.
ആരെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് തന്റെ കാര്യങ്ങളെ പരമേൽപ്പിച്ചാൽ അല്ലാഹു അവന് കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം അവന്റെ ഉപജീവനം അല്ലാഹു കൊടുക്കുകയാണ്, അവന്റെ റിസ്ക് അല്ലാഹു കൊടുക്കുകയാണ്. നിങ്ങളെ ഈ ബോധമാണ് നിനക്ക് വേണ്ടത്, ഈ ബോധമാണ് നിനക്ക് വേണ്ടത്. തവക്കൽതു അലല്ലാഹ് എന്ന ഒരു മനുഷ്യൻ പറഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം ഏതു പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം അല്ലാഹു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവരുടെ മനസ്സിന് അല്ലാഹു വല്ലാത്ത ഒരു ധൈര്യം കൊടുക്കുകയാണ്, അല്ലാഹു വല്ലാത്ത ഒരു ധൈര്യം കൊടുക്കുകയാണ്. റബ്ബിന്റെ സഹായം അവരെ തേടി വരികയാണ്. അല്ലാഹുവിന്റെ സഹായം വരുമടോ, അല്ലാഹുവിന്റെ സഹായം വരുമടോ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. തോറ്റുപോയാൽ പടച്ചവനെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ നിനക്ക് മാർക്ക് കുറവായി പോയി, അവിടുന്ന് പറയണം അൽഹംദുലില്ലാഹ്, ഇനിയും പരീക്ഷയുണ്ടല്ലോ പടച്ചവനെ എഴുതി വിജയിക്ക, അല്ലാതെ നാണക്കേടാന്ന് പറഞ്ഞ് ചാകലല്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, അപ്പോഴും പറയണം അൽഹംദുലില്ലാഹ്, ഒന്ന് പോയാൽ എടുത്തത് റബ്ബ് തരുമല്ലോ. ഈ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പതറിപ്പോകരുത്, ധൈര്യമാണ് വേണ്ടത്. അല്ലാഹു സഹായിക്കുമെന്ന് പറയുന്ന വിശ്വാസമാണ് വേണ്ടത്. നിങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ യുദ്ധം കഴിഞ്ഞ് വരികയാണ്. നബിയും സ്വഹാബത്തും ജബൽ പടച്ചവനെ യുദ്ധം കഴിഞ്ഞ് നടമടങ്ങി വരികയാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ യാത്രയാണല്ലോ, അതാ മലമൂത്ര വിസർജനം നടത്തണമല്ലോ, എല്ലാവരും യാത്ര നിർത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യാത്ര നിർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളുടെ കൂടെയുണ്ട്, അതാ ആദ്യം പെണ്ണുങ്ങൾ പോകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി കടന്നുപോയി. അവിടെ തന്റെ ആവശ്യമെല്ലാം പൂർത്തീകരിച്ചിട്ട് തിരിച്ചു വരികയാണ്. തന്റെ വാഹന മുകളിലേക്ക് ആയിഷ ബീവി കയറുകയാണ്. ആയിഷ ബീവി വാഹനത്തിൽ കയറുന്നത് നബി തങ്ങൾ കണ്ടോ, സഹാബത്ത് കണ്ടോ, എല്ലാവരും കണ്ടു ആയിഷ ബീവി കയറുന്നത്. എന്നാൽ നബി തങ്ങളെ പറഞ്ഞു, ഇനി ആണുങ്ങൾ പോകാൻ. അങ്ങനെ ആണുങ്ങൾ മുഴുവനും അവര് മലമൂത്ര വിസർജനങ്ങൾക്ക് വേണ്ടി കടന്നുപോയി. എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ കടന്ന് മടങ്ങി വരികയാണ്. അപ്പോഴാണ് ആയിഷയ്ക്ക് മനസ്സിലാകുന്നത് കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ലെന്ന്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചിന്തിച്ചു, പടച്ചവനെ ഞാൻ പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടത്, ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വരാം. അവിടെ വെച്ചത് ഓർമ്മ വന്നതോ, അവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആരോടും പറയാതെ ഇറങ്ങി ഓടുകയാ. ആയിഷ ബീവി പോയത് ഒരാളും കണ്ടില്ല. അവസാനമാണങ്ങൾ മുഴുവനും തിരിച്ചു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തും അവിടെ നിന്ന് യാത്ര തുടരുകയാ. കാരണം ആയിഷ ബീവി അതിലേക്ക് കയറുന്നത് എല്ലാവരും കണ്ടവരാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് യാത്ര തുടർന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, കൂടെ വന്നവരെല്ലാവരും പോയിരിക്കുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും പോയി. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീവി അവിടെ ഇരുന്ന് കരയുകയാണ്. ആയിഷ ബീവി അവിടെ ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് പഠിച്ചവര് സഫ്വാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നത്. വാഹനത്തിന്റെ മുകളിൽ സഫ്വാൻ തങ്ങൾ ഇങ്ങനെ വരികയാണ്. എന്തിനാണ് ഒറ്റയ്ക്ക് വരാനുള്ള കാരണം എന്തെന്നറിയുമോ? എന്തെങ്കിലും കളഞ്ഞു പോയാൽ അത് എടുത്തു കൊണ്ടുവരാൻ പുറകിൽ വരുന്ന സ്വഹാബിയാ. ആ സഫ്വാൻ തങ്ങൾ ഇങ്ങനെ വരുമ്പോ ഒരു പെണ്ണിരുന്ന് കരയുകയാ, ഒരു പെണ്ണിരുന്ന് കരയുകയാ. ആരാണെന്ന് മനസ്സിലാകുന്നില്ല, ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അതാ സഫ്വാൻ തങ്ങൾ ചോദിക്കുന്നു, ആരായിരുന്നു കരയുന്നത്? ആരാ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ആയിഷ
റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയാണ്. സഫ്വാൻ തങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷയോ ചാടിയിറങ്ങുകയാണ്. വാഹനത്തിന്റെ മുകളിൽ നിന്ന് ചാടിയിറങ്ങി കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിലേക്ക് കേറുമ്മ, ഇവിടെ ഒറ്റയ്ക്കിരിക്കല്ലേ ഉമ്മ, ഈ സഫ്വാന് കയറ് പിടിച്ച് നടക്കാം, വാഹനത്തിന്റെ കയറ് പിടിച്ചിട്ട് ഞാൻ മുമ്പിൽ നടക്കാം. ആയിഷ ഉമ്മയോട് പറഞ്ഞു, വാഹനത്തിൽ കയറാൻ വേറെ ഒരു വഴിയില്ലല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല വാഹനത്തിന്റെ മുകളിൽ കയറുകയാണ്. പടച്ചവനെ യാത്ര തുടരുകയാണ്. കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആയിഷ ബീബി ഇല്ലെന്ന് നബി തങ്ങൾ അറിയുന്നത്. എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. ആയിഷയെ കാണുന്നില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയെ കാണുന്നില്ല. സ്വഹാബത്ത് മുഴുവനും ചർച്ചയാണ്, എന്ത് പറ്റി ആയിഷയ്ക്ക്, ആയിഷാനെ കാണാതെ വന്നപ്പോ എല്ലാവരും ഇങ്ങനെ വളരെ പ്രയാസത്തിലാണ്. അങ്ങനെ എല്ലാവരും പ്രയാസപ്പെട്ടു നിൽക്കുമ്പോ സഫ്വാൻ എന്ന് പറയുന്ന സ്വഹാബി കയറ് പിടിച്ച് നടക്കുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല വാഹനപ്പുറത്തിരിക്കുകയാണ്. നബി തങ്ങളെ കണ്ടു, ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചു. യാ റസൂലല്ലാഹ്, ഇതാണ് നടന്നത് നബിയേ, ഇതാണ് നടന്നത് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, നബി തങ്ങളോട് പറയുകയാണ്. അങ്ങനെ സമാധാനമായി യാത്ര തുടങ്ങാൻ പോകുമ്പോ മുനാഫിഖീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവനുണ്ടായിരുന്നു. അവനവിടെന്ന് പറയുകയാ, രണ്ടുപേരും ചെറുപ്പക്കാരാ, ഒരുപാട് നേരം ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വന്നതല്ലേ, എന്തെങ്കിലും നടന്നിട്ടുണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവനാ തുടങ്ങിയത്. ആ സഫ്വാൻ എന്ന് പറയുന്ന സഹാബിയെയും ആയിഷ ബീവിയെയും ചേർത്തിട്ട് ഇവരെന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും, ഒറ്റയ്ക്ക് വന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പറഞ്ഞു തുടങ്ങി. സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആയിഷ ബീവിയോട് ആ സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്തു പറ്റിയെന്ന് പോലും ചോദിച്ചില്ല. എന്താ ഉമ്മ സംഭവിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് ഒറ്റപ്പെട്ടത് എന്ന് പോലും ആ സഹാബി ആയിഷ ബീബി റളിയല്ലാഹു തആലയോട് ചോദിച്ചില്ല. ഇരിക്കുന്നത് കണ്ടു, ആയിഷയാണെന്ന് പറഞ്ഞു, കേറാൻ പറഞ്ഞു, അത്ര തന്നെ. ഒരു വാക്കുപോലും മിണ്ടിയില്ല. ആ സഹാബിയെയും അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല രണ്ടുപേരെയും ചേർത്തിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം പറഞ്ഞു തുടങ്ങി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അന്നും അങ്ങനെ ഇന്നും അങ്ങനെ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, കല്യാണം മുടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പ്രായമായി കല്യാണം മുടക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു ആ സഹോദരന് നല്ല ഒരു ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. മുടക്കട്ടെടാ ചങ്ങാതി, നിന്റെ കല്യാണം മുടങ്ങുന്നെങ്കിൽ മുടങ്ങട്ടെ, നിന്റെ സമയം ആയില്ല അങ്ങനെ വിചാരിച്ചാ മതി. നിനക്ക് സമയമാകുമ്പോ ഈ തല കുത്തി കിടന്ന് മുടക്കിയാലും നിന്റെ കല്യാണം നടക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ലത് ആ മുടക്കുന്ന ആൾക്കാർക്ക് ആഫിയത്തുള്ള ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യ്. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. നമ്മളെ കുറ്റം പറയുന്നവന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണമെന്ന്. കാരണം എന്തേ, ഞാൻ എന്നെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, എന്നെ കളിയാക്കുന്നവരുണ്ട്, ഞാൻ അവർക്ക് ആഫിയത്തിനും ആരോഗ്യത്തിനും വേണ്ടി എപ്പോഴും ദുആ ചെയ്യും. എന്തുകൊണ്ട്? സിറാജ്, നീ ചെയ്യുന്ന നന്മ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, ഞാനും കൂടെ കുറച്ച് തന്ന് സഹായിക്കാന്ന് പറഞ്ഞപ്പോ എന്തിനാ വേണ്ടാന്ന് പറയുന്നേ? അതുകൊണ്ട് പറയുന്നവര് പറയട്ടെ, നിനക്ക് സമയമാകുമ്പോൾ വിവാഹം നടക്കും. അള്ളാഹു നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ മദീനത്ത് ചെന്ന ഉടനെ കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടർന്നു. ആയിഷ ബീവി വിഭജിച്ചു. ആയിഷ ബീവിയെ കുറിച്ചുള്ള അപവാദം ഇങ്ങനെ പറഞ്ഞു പരത്താൻ തുടങ്ങി. എല്ലാരും വിശ്വസിച്ചു. കാരണം ആരാ പറഞ്ഞത്? നബി തങ്ങളുടെ കൂടെ പോയവര്. അതാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ളവരാ പറഞ്ഞത് ആയിഷ തെറ്റിയതു എന്ന്. അങ്ങനെ ഒരു നാട് മുഴുവനും ചർച്ചയായി. എവിടെ നോക്കിയാലും ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ പോകും, നിസ്കരിക്കും, ഒരാളോട് പോലും മിണ്ടാറില്ല. നബി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എവിടെ നോക്കിയാലും ആയിഷ. തങ്ങളെ മഹല്ലല്ല,
ഒരു കുടുംബമല്ല, ഒരു നാട് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് പറയുകയാണ്. നബി തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്, സമാധാനത്തിനു. അല്ലാതെ പ്രവാചകൻ പറഞ്ഞു വിട്ടതല്ല, ഒരു സമാധാനത്തിന് നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കൂ, അല്ലാഹു തീരുമാനമെടുക്കട്ടെ. ഒന്നും മിണ്ടിയില്ല. ആയിഷ ബീവിക്ക് സങ്കടമായി. അവസാനം തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു തആല വീടിനകത്തിരുന്ന് കരയുകയാ. എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിയുമ്പോ വീടിന്റെ വാതിലിന്റെ ഭാഗത്ത് വന്ന് നോക്കുകയാ, നബി തങ്ങൾ വരുന്നുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ വരുന്നുണ്ടോ. ആയിഷ കാണുന്നില്ല, സങ്കടമാകും. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹു തആല നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കയറി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന ഭർത്താവ് ഒരു ദിവസം ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല ഇറങ്ങി ഓടുകയാണ്. ആയിഷ ബീവി ഇറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, നിരപരാധിയാണെന്ന് ജിബ്രീൽ വന്നു പറഞ്ഞോ നബിയേ. ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ. ജിബ്രീൽ വന്നോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ജിബ്രീൽ വന്നു ആയിഷ. ഖുർആനിൽ ആയത്തിറങ്ങി ആയിഷ, നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു ആയിഷ. അല്ലാഹു പറഞ്ഞു ആയിഷ. ഖുർആനിൽ ആയത്തിറങ്ങി ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ അത് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല നബി തങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് തുള്ളിച്ചാടുകയാണ്. നബിയേ, എനിക്കുറപ്പായിരുന്നു നബിയേ, ഏഴാകാശമംഗലം ജിബ്രീൽ വരുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. ആ ഒരു പറച്ചൽ കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, എങ്ങനെയാ ആയിഷ ഇത്രയും ദിവസം പിടിച്ചു നിന്നത്? എങ്ങനെയാ ആയിഷ? കാരണം ആയിഷയുടെ പ്രായം ചെറുതാണ്. ഈ ചെറിയ വയസ്സുള്ള നീ എങ്ങനെയാണ് ഒരു നാട് മുഴുവനും നീ വ്യഭിചാരിയാണെന്ന് പറഞ്ഞപ്പോ, നീ തെറ്റുകയെന്ന് പറഞ്ഞപ്പോ, എല്ലാവരും നിന്ന് ഒറ്റപ്പെടുത്തിയപ്പോ എങ്ങനെയാണ് ആയിഷ നീ പിടിച്ചു നിന്നത്? എങ്ങനെയാണ് ആയിഷ നീ പിടിച്ചു നിന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് നബി തങ്ങൾ ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞ മറുപടി, ഒരു ദിക്റാണ് നബിയേ, ഒരു ദിക്റാണ് നബിയേ. ഈ ദിക്റാണ് ഞാൻ പറഞ്ഞത്, ഈ ദിക്റാണ് ഞാൻ പറഞ്ഞത്. ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ വാക്കാണ് ഹസ്ബുനല്ലാഹ്. അതായത് നാട് മുഴുവനും തെറ്റുകാരിയാണെന്ന് ഒറ്റപ്പെടുത്തിയപ്പോ അപവാദങ്ങളും പരിഹാസങ്ങളും നടത്തുമ്പോ ആയിഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള പെൺകുട്ടി തന്റെ വീടിനകത്ത് പിടിച്ചു നിന്നത് ഈ ഹസ്ബുനല്ലാഹ് പറഞ്ഞിട്ടാ പെങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കൂ, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കൂ. എന്തായാലും അല്ലാഹു നമ്മളെ കൈവിടൂല. അല്ലാഹു നമ്മളെ സഹായിക്കും സഹോദരാ, അല്ലാഹു നമ്മളെ സഹായിക്കും സഹോദരാ. അല്ലാഹുവിന്റെ സഹായം നമുക്ക് വരും. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, ഉസ്താദ്, എന്തുകൊണ്ടാ അല്ലാഹു സഹായിക്കാത്തത്? എന്തുകൊണ്ടാണ് അല്ലാഹു സഹായിക്കാത്തത്? ഇടോ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അല്ലാഹു സഹായിക്കുമല്ലോ. എപ്പോഴാണ് സഹായിക്കുന്നത്? നീ ഭയപ്പെടല്ലേ, നീ ഭയപ്പെടല്ലേ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകനായ ഉമർ ഉണ്ടല്ലോ, ഉമർ ഒരു വാക്ക് പറഞ്ഞാ പാലിക്കുന്നവനാണ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഉമർ പറയുകയാണ്, മുഹമ്മദിന്റെ തലയുമായിട്ടേ ഞാൻ തിരിച്ചു വരൂ, മുഹമ്മദിന്റെ തലയുമായിട്ടേ ഞാൻ തിരിച്ചു വരൂ. കാരണം ഉമർ പറഞ്ഞാ ചെയ്യുന്നവനാണ്. ഖത്താബിന്റെ മുഖം ഒരു വാക്ക് പറഞ്ഞാൽ അത് ചെയ്യുന്നവനാണ്. അല്ലാഹുവേ, മുഹമ്മദിന്റെ തലയുമായിട്ടേ ഞാൻ തിരിച്ചു വരൂ എന്ന് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് സത്യം ചെയ്തിട്ട് പോയവനാ ഉമർ. ആ ഉമർ തിരിച്ചു വന്നത് എങ്ങനെയെന്നറിയുമോ? ആ ഉമർ തിരിച്ചു വന്നത് എങ്ങനെയെന്നറിയുമോ? മുഹമ്മദിന്റെ തലയുമായിട്ട് വരുന്ന ഉമറിനെ കാത്തു നിന്നപ്പോ ആ ഉമർ അതാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് ജീവനോടെ പിടിച്ചു കൊണ്ടുവന്ന് കഅബാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ ഉമറാണ് പറയുന്നത്, പറ നബിയെ ഉറക്ക അള്ളയാരാണെന്ന്. ഈ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ചിട്ട് അള്ളയാരാണെന്ന് പറ നബിയെ. ആരാ തടയുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ആരാണ് തടയുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത് വെറുതെ പറഞ്ഞ ചരിത്രമല്ല സഹോദരാ. ഇതാണോ അല്ലാഹ് സഹായിക്കുമെന്ന് പറഞ്ഞാൽ അല്ലാഹ് സഹായിക്കുമല്ലോ. ആ ലോകത്തിലെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ സാക്ഷാൽ ഫിർഔനും തന്റെ അനുയായികളും മൂസാ നബി അലൈഹിസ്സലാമിനെയും തന്റെ അനുയായികളെയും പിന്തുടർന്ന് പുറകെ വരുമ്പോ മുമ്പിൽ ചെങ്കടലാണ്, നൈൽ നദിയാണ്. തന്റെ കണ്ണിന്റെ മുമ്പിൽ ചെങ്കടലാണ്. അതാ പുറകിൽ നിൽക്കുന്നത് ഫിർഔനും അനുയായികളുമാണ്. പടച്ചവനെ, ആ സമയത്താണ് മൂസാ നബിയുടെ കൂടെയുള്ളവര് പറഞ്ഞു, മൂസാ നീയും നിന്റെ അല്ലാഹയും കൂടെ നോക്കിക്കോ, നീയും നിന്റെ റബ്ബും കൂടെ നോക്കിക്കോ, ഞങ്ങളുടെ കാര്യം നോക്കുകയാണ്. അപ്പോഴാണ് മൂസാ നബി പറഞ്ഞത്, എന്റെ റബ്ബുണ്ടല്ലോ, എന്റെ റബ്ബുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ഈമാനാണ് വേണ്ടത്. അതുകൊണ്ട് അല്ലാഹു സഹായിക്കുമെന്ന് പറഞ്ഞാൽ 113 സ്വഹാബത്തിന് ബദറിന്റെ രണാങ്കണത്തിന് സഹായിച്ചത് അല്ലാഹുവല്ലേ. ഫലസ്തീനിന്റെ ജനതകൾ അതാ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വീട് മരിക്കുകയാണ്, യതീമീങ്ങളാവുകയാണ്, പെണ്ണുങ്ങൾ വിധയാവുകയാണ്. അവരുടെ കയ്യിലൊന്നുമില്ലടോ സഹോദരാ. പക്ഷേ ഒരു നിമിഷം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യമില്ലാതെയാക്കുമെന്ന് പറഞ്ഞ് 3 ലക്ഷത്തോളം വരുന്ന സർവ്വ ആയുധങ്ങളുമായി കടന്നു ചെന്നവർ മാസങ്ങളായിട്ടും അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ. അതിന്റെ കാരണം സഹോദരാ പഠിക്കണോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ മദീനയെ സഹായിച്ച അല്ലാഹ് എന്തേ ഇപ്പൊ നമ്മളെ സഹായിക്കാത്തത്, ഫലസ്തീന ജനതയെ സഹായിക്കാത്തത്? ഈ ഉമ്മത്ത് വല്ലാത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നല്ലോ, എന്തേ സഹായിക്കാത്തത്? എങ്കിലും പഠിക്ക സഹോദരാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിതു അഖദാമകും. അല്ലാഹ് പറയുകയാ, നിങ്ങളെ ഞാൻ സഹായിക്കണോ, നിങ്ങളെ ഞാൻ സഹായിക്കണോ. അല്ലാഹു നമ്മളെ വെറുതെ സഹായിക്കില്ല. നിങ്ങൾ വോട്ട് കൊടുത്താലും ആരെ വിജയിപ്പിച്ചാലും നിങ്ങളെ തലകുത്തി കിടന്നു മറിഞ്ഞാലും അല്ലാഹ് പറയുകയാ, ഞാനേ നിങ്ങളെ സഹായിക്കാനുള്ളൂ. നമുക്കറിയുന്ന ഒരു സത്യമാണ്, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാ സഹോദരാ. നമ്മൾ തമ്മിൽ തല്ലുകയാണ്, പരസ്പരം ചെളിവാരി തേക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. എടാ, പെരകത്തുമ്പോ വാഴ വെട്ടരുത്. പെരകത്തുന്ന സമയത്തല്ല വാഴ വെട്ടേണ്ടത്. രാജ്യത്തിന്റെ നിലനിൽപ്പ് പോലും ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്ത് പരസ്പരം തമ്മിൽ തല്ലേണ്ടവരല്ല നമ്മൾ ഒത്തൊരുമയോടുകൂടി നിൽക്കേണ്ടവരാ. അതുകൊണ്ട് അല്ലാഹു നമ്മളെ സഹായിക്കണോ, അല്ലാഹ് നമ്മളെ സഹായിക്കണോ. അല്ലാഹ് പറയുക
പറയുകയാ, ഞാൻ പറയുന്നത് നീ അനുസരിക്കൂ, ഞാൻ പറയുന്നത് നീ അനുസരിക്കൂ, ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ നിന്റെ കാല് ഞാൻ ഉറപ്പിച്ചു നിർത്താ, നിനക്ക് ഞാൻ സഹായം തരാ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ആദ്യം നേതാ എന്റെ പ്രിയപ്പെട്ടവരോട് സ്വന്തം നഫ്സിനോടും എനിക്ക് പറയാറുള്ളത്, യജമാനൻ പറയുന്നത് അടിമ അനുസരിക്കണമെന്നാ. അല്ല പറയുന്നത് ആദ്യം നമ്മൾ അനുസരിച്ച അല്ല നമ്മളെ സഹായിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും നോക്കിക്കേ, എന്തൊക്കെ ചെയ്താലും അല്ല പറയുകയാ, അല്ല പറയുന്നു അധികാരം എന്റെ കയ്യിലാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു. അധികാരം ആരുടെ കയ്യിലാണ്? അല്ലാഹുവിന്റെ കയ്യില്. അല്ലയാ എല്ലാവർക്കും അധികാരം കൊടുക്കുന്നവൻ. അല്ലയാണ് ഇവർക്കൊക്കെ അധികാരം കൊടുക്കുന്നത്. എന്തിന്? അല്ല പറയുന്നത് നമ്മൾ അനുസരിക്കാതെ വന്നപ്പോ അള്ളാഹു നമ്മളെ അനുസരിപ്പിക്കാൻ തീരുമാനിച്ചു, നമ്മളെ നന്നാക്കാൻ അള്ളാഹു തീരുമാനിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളോട് പറയുകയാ, നിന്നെ അള്ളാഹു രക്ഷപ്പെടുത്തണമെങ്കിൽ നീ അള്ളാഹിനെ അനുസരിക്ക്, നിന്റെ വീട്ടിൽ ദീൻ കൊണ്ടുപോവാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെ പോലെ അഹങ്കാരം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? നമ്മളെ പോലെ ലോകത്ത് വഴുത് വെക്കണ ഒരു സമുദായമുള്ള ആര്? നമ്മൾ. ഇവിടുത്തെ ഏതെങ്കിലും ക്രിസ്തുമത വിശ്വാസിക്കോ ഹൈന്ദവ വിശ്വാസിക്കോ മദ്രസ ഉണ്ടോ? ബാങ്ക് വെക്കാറുണ്ടോ? നിസ്കാരമുണ്ടോ? വഴുതുണ്ടോ? നമുക്കെല്ലാം കൂടുതലാണ്. നമ്മൾ കേട്ട് തഴമ്പിച്ചു പോയി. നമുക്കെന്നാലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല. അതുകൊണ്ട് നന്നാകണോ, അല്ല സഹായിക്കണോ? ആദ്യം നീ നന്നാക്, നീ നന്നായി അല്ല നിന്നെ സഹായിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പൊന്നാര ചങ്ങാതിമാരെ, അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ല തരുന്ന നാലാമത്തെ പ്രതിഫലം നിനക്ക് ധൈര്യം അള്ളാഹു തരും. അതിന് ആയുധം വേണ്ട, ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ വേണ്ട, ഒന്നും വേണ്ട. ബദറി യുദ്ധത്തിന് പോയത് ഒരു സഹാബി, മജ്ലിസുന്നൂർ ഇന്നലെ ഇവിടെ പാരായണം ചെയ്തു. ബദറിലെ യുദ്ധത്തിന് പോയ ഒരു സഹാബി, ഒന്നുമില്ല, വാളില്ല, പരിചയമില്ല, കുന്തമില്ല. നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, നബിയെ ബദറിന്റെ രണാങ്കണത്തിൽ പോവാ, എന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന്, എന്റെ കയ്യിൽ ആയുധമില്ല നബിയെ, വെറും കയ്യോടെ. അയച്ചിക്ക് താഴെ കിടന്ന് ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തു. ഞാനെന്താ മടലെന്നല്ലേ പറയാ? എന്താ പറയാ? മടലില്ലേ, മടല് വെട്ടി അടിക്കണമെന്ന് പറയില്ലേ? ആ ഈന്തപ്പന മരത്തിന്റെ ഒരു മടല് താഴെ കിടന്നു, എടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു പോകാൻ യുദ്ധത്തിന്. ഈ മടലും കൊണ്ട് നീ പോ. ആ സഹാബി പറയാ, ഞാൻ വീശുമ്പോ തല അറ്റുപോകുമായിരുന്നു. ആ ഒരൊറ്റ മടല് മതിയായിരുന്നല്ലോ അവർക്ക്. ഇതാണ് അല്ലാഹ്. ഞാൻ പറയുന്നത്, നമ്മൾ പഠിക്കേണ്ടത്, ഇന്ന് വരെ ബദറാകട്ടെ, ഉഹദാകട്ടെ, ഹന്തക്കാകട്ടെ, ഹൈബറാകട്ടെ, ലോകത്ത് നടന്ന ഏത് യുദ്ധത്തിലും ന്യൂനപക്ഷമാ ജയിച്ചേ, ഭൂരിപക്ഷമല്ല. അതുകൊണ്ട് മനസ്സിലാക്ക്, ഈ ഉമ്മത്തിന് അള്ളാഹു ഒറ്റയടിക്ക് തകർത്ത് കളയൂല, തകർക്കാൻ ആരെക്കൊണ്ടും പറ്റുകയുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ സമുദായത്തെ തകർക്കാൻ ലോകത്ത് ആരെക്കൊണ്ടും പറ്റൂല. ഫലസ്തീനിൽ ഇത്രയും ബോംബിട്ടിട്ടും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നില്ലേ? നബിതങ്ങൾ ദുആ ചെയ്തതല്ലേ, എന്റെ സമുദായ ഒറ്റയടിക്ക് നീ നശിപ്പിച്ച് കളയല്ലേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ പറ്റൂല. ആരെങ്കിലൊക്കെ കാണും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരെങ്കിലൊക്കെ കാണും ചങ്ങാതി. ഒരു നമ്മളെ മുഴുവൻ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാന്ന് വെച്ചാ നടക്കൂല. അള്ളയാ പറഞ്ഞത് പറ്റൂല എന്ന്. അതുകൊണ്ട് എന്റെ പൊന്നാര ചങ്ങാതിമാരെ, ഈമാൻ ഉറപ്പിക്കും. അള്ളാഹു നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് അല്ല കയറി കഴിഞ്ഞാൽ എല്ലാം തിരിയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നാലാമത്തെ പ്രതിഫലം, അള്ളാഹു നിന്നെ സഹായിക്കും. അള്ളാഹു നിന്റെ മനസ്സിന് ധൈര്യം തരും. അള്ളാഹു നമുക്ക് ധൈര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവെ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈമാൻ നീ ഉറപ്പിച്ചു തരണേ പടച്ചവനെ. ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തിക്കല്ലേ തമ്പുരാനെ. ചങ്ങാതി പോക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എല്ലാരും ഒന്ന് പോക്കറ്റ് കൈവച്ചേ, ഒന്ന് പോക്കറ്റ് കൈവെക്കടോ. പൈസ ഒന്നും എടുക്കണ്ട, പോക്കറ്റ് കൈവെക്ക്. വെച്ചോ. അള്ളാഹു ആരെല്ലാം കൈവച്ചോ ആ പോക്കറ്റ് നീ കാലിയാക്കല്ലേ പടച്ചവനെ. ആമീൻ പറ. നീ കാലിയാക്കല്ലേ പടച്ചവനെ. കൊടുത്താലേ കിട്ടൂ.
കൊടുത്താലേ കിട്ടൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഒരാളും വെറുതെ കൊടുക്കണ്ട. ഒരാളുടെ 5 നയാ പൈസ അള്ളാഹ്ക്ക് വേണം. ഇവിടെ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടണോ? വേണ്ട. അള്ളാഹുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട്. പിന്നെ നിനക്ക് വല്ലതും വേണമെങ്കിൽ കൊടു. നിനക്ക് വല്ലതും വേണമെങ്കിൽ സദഖ തുറദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റും, അപകടങ്ങളെ, മാരക രോഗങ്ങളെ, ദുരന്തങ്ങളെ എല്ലാം തട്ടിമാറ്റും. ഒരു സഹോദരൻ ഗൾഫിൽ വെച്ചു പല്ലിന് വേദന, കാണിച്ചിട്ട് മാറുന്നില്ല. നാട്ടിൽ വന്നു, ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. ഇപ്പോഴാ മനസ്സിലാകുന്നത് തൻ്റെ മോണയിൽ ക്യാൻസർ ആണെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നല്ല 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ RCCയിലെ ചികിത്സയിലേക്ക് മാറി. നിമിഷ നേരം കൊണ്ട് സഹോദര, അള്ളാഹുവേ മാരകമായ രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. അപ്പൊ നല്ല ഒരു നിയ്യത്തോടെ ഈ ബക്കറ്റിന്റെ അകത്ത് പൈസയിട്. അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കും. അതുകൊണ്ട് അള്ളാഹു തരുന്നൊരവസരമാണ്. മാരക രോഗങ്ങളെ ശിഫയാക്കാനുള്ള ഒരു മരുന്നാണ് ഈ സദഖ. അതുകൊണ്ട് അള്ളാഹു തന്നതിൽ നിന്ന് അൽഹംദുലില്ലാഹ് അതിന്റെ പണിയൊക്കെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ മുകളിൽ സീറ്റ് ഇടണം, ഇന്റർലോക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബാധ്യതകളുണ്ട്, പലതുമുണ്ട്. അപ്പൊ നമ്മളുടെ കയ്യിലുള്ളത് നമ്മൾ കൊടുക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിനക്ക് സ്വർഗത്തിൽ പോകണം. നീയാണോ മൈക്കത്ത് വിളിച്ചാള്? ശരി. എല്ലാവരുടെ മുമ്പിൽ പോയിട്ട് സമാധാനത്തിൽ നിന്ന് പൈസ വാങ്ങിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അപ്പൊ പൊക്കോ ഇൻഷാ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.